Hi all. Today, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പൊ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു സാധനത്തിനെ മാറ്റി ആ സ്ഥാനത്ത് വേറൊരു സാധനം വരുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? ന്യൂക്ലിയോഫൈലാണ് വരുന്നത്. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ന്യൂക്ലിയോഫൈലിനാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ആദ്യം നമുക്ക് എന്തറിയണം? എന്താണ് ന്യൂക്ലിയോഫൈൽ എന്ന് അറിയണം. ഫസ്റ്റ് അത് അറിയണം, എന്താണ് ന്യൂക്ലിയോഫൈൽ. അപ്പോ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാല് എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. അതായത് ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് ചാർജിനെ ആരാണ് ഇഷ്ടപ്പെടുക? സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജ് ആണ് പോസിറ്റീവ് ചാർജിന് ഇഷ്ടപ്പെടുക. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. ദാറ്റ്സ് ഓൾ. മനസ്സിലായില്ലേ? അതായത് ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. ആ ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവിലുള്ള എല്ലാ അയോൺസും എന്താണ്? ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, നെഗറ്റീവ് ചാർജിലുള്ള അയോൺസ് ഒക്കെ ന്യൂക്ലിയോഫൈലാണ്. ചില ന്യൂട്രൽ അയോൺസ്, ഫോർ എക്സാമ്പിൾ H2O, NH3 പോലത്തെ ചില ന്യൂട്രൽ അയോൺസും ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ NH3 ആണെങ്കിൽ നൈട്രജന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. H2O ആണെങ്കിൽ ഓക്സിജന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. ഓക്കെ, പിന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് CH3Cl പ്ലസ് NaOH gives CH3OH പ്ലസ് NaCl. ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ നോക്കും, ക്ലോറിൻ. ഓക്കെ, ഇവിടെ വരുന്ന ന്യൂക്ലിയോഫൈൽ നമുക്ക് OH ന്യൂക്ലിയോഫൈലേക്ക് കണക്കാക്കാം. ഇവിടെ ഈ ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? CH3OH. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. ഇനി തിരിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ OH, ഈ OH നെ ഈ ക്ലോറിൻ എന്ന ന്യൂക്ലിയോഫൈൽ ആണ്, അത് വന്ന് അറ്റാച്ച് ചെയ്തപ്പോ NaCl കിട്ടി. അപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തുന്നുള്ളൂ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇനി നമ്മള് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ മെക്കാനിസം പഠിക്കാം. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ മെക്കാനിസം അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ കുറെ ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാനുള്ളത് SN1 SN2 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് SN1 റിയാക്ഷൻ, എന്താണ് SN2 റിയാക്ഷൻ? സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് SN1 പഠിക്കാം. ഓക്കെ, ഈ SN1 മെക്കാനിസത്തിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ശ്രദ്ധിക്കണം, രണ്ട് സ്റ്റെപ്പ് മെക്കാനിസം ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന കാര്യം ഹെട്രോലിറ്റിക് ഫിഷൻ. ആൽക്കൽ ഹാലൈഡിന്റെ ഹെട്രോലിറ്റിക് ഫിഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുക. അതായത് ഫിഷൻ സംഭവിക്കും. ഓക്കെ, ഹെട്രോലിറ്റിക് ഫിഷൻ സംഭവിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ക്ലോറിൻ ഉണ്ടാവും, കാർബോ കാറ്റോൺ ഫോം ചെയ്യും. ഓക്കെ, ആനിയോൺ അയോൺ ഉണ്ടാവും, ഒരു കാറ്റോൺ അയോൺ ഫോം ചെയ്യും. ഈ കാർബോ കാറ്റോൺ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പില് OH മൈനസ് ആയ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. ഈ OH മൈനസുമായി അറ്റാച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇതാണ് SN1 മെക്കാനിസം. സിമ്പിൾ ആണ്. ഒരു വട്ടം കൂടി പറയാം. സിമ്പിൾ ആണ്. സ്റ്റെപ്പ് 1 ഉണ്ട്, സ്റ്റെപ്പ് 2 ഉണ്ട്. രണ്ട് സ്റ്റെപ്പിലാണ് SN1 മെക്കാനിസം നടക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഹെട്രോലിറ്റിക് ഫിഷൻ ആണ്. ഓക്കെ, ഹെട്രോലിറ്റിക് ഫിഷൻ സംഭവിച്ചിട്ട് കാർബോ കാറ്റോണും കാർബോ ആനയോണും ഫോം ചെയ്യും. കാർബോ കാറ്റോണും ആനയോണും ഫോം ചെയ്യും. ഈ കാർബോ കാറ്റോണ് ന്യൂക്ലിയോഫൈലുമായി നെക്സ്റ്റ് സ്റ്റെപ്പില് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ഈ റിയാക്ഷൻ ആണ് SN1 മെക്കാനിസം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. SN1 മെക്കാനിസത്തിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതെന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് മെക്കാനിസം ആണ്. കണ്ടുകൂടാ? നമുക്ക് ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. 2 സ്റ്റെപ്പ് ആണ്. പിന്നെ നമുക്കറിയാം ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഇപ്പൊ 2 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ സ്ലോ സ്റ്റെപ്പ് ആണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഈ സ്ലോ സ്റ്റെപ്പ് നോക്കിയാലുള്ള നമുക്ക് റിയാക്ഷന്റെ വേഗത കണ്ടുപിടിക്കുക. സ്പീഡ് സ്റ്റെപ്പ്, ഫാസ്റ്റ് സ്റ്റെപ്പ് നോക്കി നമുക്ക് കിട്ടൂല. അപ്പൊ എന്താണ്? സ്ലോ സ്റ്റെപ്പ് ആണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓഫ് സ്ലോ സ്റ്റെപ്പ് ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൽ ഹാലൈഡ്. എന്താണ്? റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൽ ഹാലൈഡ്. ഓക്കെ, പിന്നെ ഓർഡർ എന്താ? മോളിക്കുലാരിറ്റി എന്താ? ഇതിന് മോളിക്കുലാരിറ്റി 1 ആണ്, ഓർഡർ 1 ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ പവർ ആണ്. ഇവിടെ പവർ 1 ഉള്ളൂ, അപ്പൊ ഓർഡർ 1 ആണ്, മോളിക്കുലാരിറ്റി 1 ആണ്. പിന്നെ എബിലിറ്റി ടു ഫോം റസമിക് മിക്സ്ചർ. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതായത് റസമിക് മിക്സ്ചേഴ്സ് ഫോം ചെയ്യാൻ ഇതിന് സാധിക്കും. അപ്പൊ എന്താണ് പേടിക്കേണ്ട? എന്താണ് റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആണ്.
അതായത് ഈ പ്രൊഡക്റ്റ് രണ്ട് രീതിയിൽ രണ്ട് ടൈപ്പ് പ്രൊഡക്റ്റ് ഫോം ചെയ്യാം. ഒന്ന് ഡെസ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററിയാണ്. അതായത് ഈ കോമ്പൗണ്ടിലേക്ക് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ലെഫ്റ്റിക്കാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അത് ലീവോ റൊട്ടേറ്ററി, പിന്നെ റൈറ്റിക്കാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡെസ്ട്രോ റൊട്ടേറ്ററി ആയതുകൊണ്ട് രണ്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇവിടെ ആ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഡെസ്ട്രോ 50%ഉം ലീവോ 50%ഉം ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് റസമിക് മിക്സ്ചർ. ഇതിനൊരു എബിലിറ്റി ഉണ്ട് ഇങ്ങനെ ഫോം ചെയ്യാൻ. എപ്പോഴും ഇങ്ങനെ ഫോം ചെയ്യണമെന്നില്ല. ചിലപ്പോൾ 70%, ചിലപ്പോൾ 30%, ചിലപ്പോൾ 80%, 20% അങ്ങനെയൊക്കെ ഫോം ചെയ്യാം. പക്ഷെ ഇതിനൊരു റസമിക് മിക്സ്ചർ ഫോം ചെയ്യാൻ ഇതിന് സാധിക്കും. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയാണ് വലിച്ചു വാരി പറയുന്നില്ല. പിന്നെ ലാസ്റ്റ് റിയാക്ടിവിറ്റി ഓർഡർ. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ടെറിഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, ഇതാണ് റിയാക്ടിവിറ്റി ഓർഡർ. അപ്പൊ SN1 മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും പോലെ സിമ്പിൾ ആക്കി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ SN1 മെക്കാനിസം സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലർ മെക്കാനിസം ആണ് SN1 മെക്കാനിസം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് രണ്ട് സ്റ്റെപ്പായി ആണ് നടക്കുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ സ്ലോ സ്റ്റെപ്പാണ്. ഇവിടെ നടക്കുന്നത് ഹെട്രോളിറ്റിക് ഫിഷൻ വഴി കാർബോ കാറ്റോൺ ഫോം ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റോണും ന്യൂക്ലിയോഫൈലും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. SN1 റിയാക്ഷനിൽ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, പിന്നെ ഓർഡർ ഒന്നാണ്, മോളിക്കുലാരിറ്റി ഒന്നാണ്. പിന്നെ എന്താണ് റസമിക് മിക്സ്ചർ ഫോം ചെയ്യാൻ എബിലിറ്റി SN1 മെക്കാനിസത്തിനുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ ടെറിഷ്യറി, ടെറിഷ്യറിയാണ് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ആൽക്കൈൽ. ഓക്കെ, പിന്നെ സിമ്പിൾ ആൽക്കൈൽ ക്ലോറൈഡ്. ഓക്കെ, അങ്ങനെ SN1 കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലിയർ ആയി വിശ്വസിക്കണേ. SN1 മെക്കാനിസം സിമ്പിൾ ആണ്. അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായിക്കണമെന്ന് ഞാൻ വിശ്വസിക്കണേ. ഇനി നമുക്ക് SN2 മെക്കാനിസത്തിലേക്ക് പോവാം. ഓക്കെ, SN2 മെക്കാനിസം SN1 നിന്നും വളരെ ഡിഫറെന്റ് ആണ്. ഓക്കെ, SN2 മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് SN1 മെക്കാനിസം ഒരു സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ്. ഞാൻ ഇങ്ങനെ ഇത് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തുണ്ട്, രണ്ട് സ്റ്റെപ്പ് മെക്കാനിസം ആണ് SN1. പക്ഷെ ഇവിടെ സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ് SN2 മെക്കാനിസം. ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്, കാർബോ കാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് SN2 മാത്രമായിട്ടൊന്ന് പറയാം, എന്നിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ SN2 മെക്കാനിസം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ റിയാക്ഷൻ ആണ് SN2 മെക്കാനിസം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്, CH3Cl ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. ഈ ആൽക്കൈൽ ഹാലൈഡിലേക്ക് ഈ OH അറ്റാച്ച് ചെയ്യുന്ന പൊസിഷൻ ശ്രദ്ധിച്ചോ. ഇത് ഇങ്ങനെ നോർമലി അറ്റാച്ച് ചെയ്യൂല. ഇത് ബാക്കിലൂടെ തല തിരിഞ്ഞു വന്നിട്ട് ഇവിടെയാണ് OH മൈനസ് അറ്റാച്ച് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് കിട്ടും. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ഒരു ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ ഡോട്ടഡ് ആയിക്കാണ്ട് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇവിടെ കാണിക്കാം. ഓക്കെ, ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് നമുക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തു. പിന്നെ എന്താ ലീവ് ചെയ്യുക, ഈ ക്ലോറിൻ ഇവിടുന്ന് ലീവ് ചെയ്തിട്ട് ഇവിടെ OH ഫോം ചെയ്യും. ഇതാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റിയാക്ടന്റ്. ഒരു ന്യൂക്ലിയോഫൈല് ബാക്കിലൂടെ വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പൊ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തു. ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നിന്ന് ക്ലോറിന് ലീവ് ചെയ്യും, പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ആ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു കോൺഫിഗറേഷണൽ ഇൻവേർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വാൾഡൻ ഇൻവേർഷൻ എന്ന് പറയും. സിമ്പിൾ ആണ്. ഇവിടെ കോൺഫിഗറേഷൻ ഇൻവേർഷൻ സംഭവിക്കും. ആ കോൺഫിഗറേഷണൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിച്ചോളൂ. ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഓക്കെ, ഇത് നേരെ തല തിരിഞ്ഞു പോയില്ലേ. അതായത് ഈ പാർട്ട് ഇവിടെ വന്നപ്പോ കോൺഫിഗറേഷൻ അങ്ങോട്ട് ഇൻവേർഷൻ ആയില്ലേ. ഇവിടെ അല്ല ഈ ഭാഗം ഇങ്ങോട്ട് മാറിയില്ലേ. ഇതിന് വിളിക്കുന്ന പേരാണ് ഇൻവേർഷൻ സംഭവിച്ചു എന്ന് പറയാം. ഓക്കെ, കോൺഫിഗറേഷണൽ ഇൻവേർഷൻ. ഓക്കെ, ഇതിന് വാൾഡൻ ഇൻവേർഷൻ എന്ന് പറയും. വാൾഡൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു രസകരമായ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. അതായത് കൊട, നമ്മളെ അംബ്രല്ല നമ്മൾ തുറന്നു വെച്ചിട്ടാണ്. അത് കാറ്റത്ത് എന്ത് സംഭവിക്കും, ബാക്കിലായിട്ട് ഇങ്ങനെ നിൽക്കൂലേ. ഇതാണ് അംബ്രല്ല. ഇത് കാറ്റടിച്ചാൽ ഇങ്ങനെ നിൽക്കൂലേ. അതുപോലെയാണ് ഇവിടെ ഇൻവേർഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ആദ്യം ഇങ്ങനെയും പിന്നെ അത് നേരെ ഇവിടേക്ക് ഇങ്ങോട്ട് ഇരിഞ്ഞു. ഓക്കെ, ഇതാണ് വാൾഡൻ ഇൻവേർഷൻ. പിന്നെ ഇവിടെ പറയാനുള്ളത് ഇതിന്റെ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ് നമുക്കറിയാം.
ഓക്കെ, ഇവിടെ എന്താണ് റിയാക്ടന്റ്? ഇത് റിയാക്ടന്റ് ആണ്, ഇതും റിയാക്ടന്റ് ആണ്. ഇതിന്റെയും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ഇതിന്റെയും കോൺസെൻട്രേഷൻ ആണ് റേറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ളത്. അപ്പൊ റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. അത് മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ പറഞ്ഞത് ഇതിന്റെ ഓർഡർ ഞാൻ പറഞ്ഞു. ഓർഡർ എന്ന് പറഞ്ഞാല് ഈ കോൺസെൻട്രേഷൻ ടൈമിന്റെ പവറിന്റെ സമ്മാണ്. ഇതിന്റെ പവർ 1 ആണ്, ഇതിന്റെ പവർ 1 ആണ്. അപ്പൊ എന്താണ് സമ്മ്? 2. അപ്പൊ ഓർഡർ 2. അതാണ് ബൈമോളിക്കുലർ. അപ്പൊ ഓർഡർ 2 ആയതാണ് ബൈമോളിക്കുലർ വന്നത്. പിന്നെ മോളിക്കുലാരിറ്റി 2. ഓക്കെ, അതുകൊണ്ടാണ് ബൈമോളിക്കുലർ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കോൺഫിഗറേഷനിൽ ഇൻവേഴ്സ് സംഭവിക്കും. പിന്നെ ഇതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ ആണ്. റിയാക്ടിവിറ്റി നേരെ ഏറ്റവും കൂടുതൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി. ഓക്കെ, ഇതാണ് റിയാക്ടിവിറ്റി ഓർഡർ. പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി. ഏറ്റവും കൂടുതൽ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷ്യറി. ഓക്കെ, അപ്പൊ ഇതാണ് SN1 SN2 മെക്കാനിസം. ഓക്കെ, ഞാൻ ഈ സിമ്പിൾ ആയിക്കാണ്ട് ഒന്ന് കമ്പയർ ചെയ്യാം, കമ്പാരിസൺ നടത്തുക. ഞാൻ ഇങ്ങനെ എഴുതാൻ തന്നെ കാരണം നമുക്ക് എന്താണ് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ SN1 മെക്കാനിസം 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. അതിൽ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. നമുക്കറിയാം റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഇവിടെ ഒറ്റ റിയാക്ടന്റ് ഉള്ളൂ, അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ മാത്രം എടുത്താൽ മതി. ഓക്കെ, റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. പിന്നെ ഓർഡർ 1 ആണ്, മോളിക്കുലാരിറ്റി 1 ആണ്. പിന്നെ എബിലിറ്റി ടു ഫോം റസമിക് മിക്സ്ചർ. ഓക്കെ, ഡെസ്ട്രോലിവോ 50% ഫോം ചെയ്യാൻ എബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് എബിലിറ്റി ടു ഫോം റസമിക് മിക്സ്ചർ. പിന്നെ മക്കളെ, പിന്നെ ഇതിൽ വരുന്നത് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ടെറിഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഓക്കെ, അപ്പൊ SN1 കഴിഞ്ഞു. ഇനി SN2 നോക്കാം. ഇതിൽ 2 സ്റ്റെപ്പ് പ്രോസസ് ആണെങ്കിൽ ഇതിൽ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. എന്താണ് സിംഗിൾ സ്റ്റെപ്പ് ആണ്. നമുക്ക് കാണുന്നുണ്ട് ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ, സിംഗിൾ സ്റ്റെപ്പ് ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് കാർബോ കാറ്റയോൺ, പക്ഷെ ഇവിടെ കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നില്ല. ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ എഴുതിയിട്ടില്ല, അതും ഇൻക്ലൂഡ് ചെയ്യാം. കാർബോ കാറ്റയോൺ ഫോംഡ്, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോംഡ്. ഓക്കെ, പിന്നെ റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈലും ഉണ്ട്, ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്. ഓക്കെ, കാരണം ഇവിടെ റിയാക്ടന്റ് 2 ഉണ്ട്, ന്യൂക്ലിയോഫൈലും ഉണ്ട്, ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്. അപ്പൊ റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ആൽക്കൈൽ ഹാലൈഡ്. പിന്നെ നമുക്ക് ഇതിന്റെ ഓർഡർ നോക്കാം. ഓർഡർ 2, മോളിക്കുലാരിറ്റി 2. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ SN1 1, ഇതിൽ 2. ഓക്കെ, പിന്നെ കോൺഫിഗറേഷണൽ ഇൻവേർഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, കോൺഫിഗറേഷൻ ഇൻവേർഷൻ പറഞ്ഞു, അതിന് വാൾഡൻ ഇൻവേർഷൻ എന്ന് പറയും. ഓക്കെ, ഇതിന്റെ കോൺഫിഗറേഷൻ ഈ HRക്ക് ഇങ്ങോട്ടേനും ഇവിടത്തേക്ക് HRക്ക് അങ്ങോട്ടായി. അതാണ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ കോൺഫിഗറേഷനിൽ അതിന് ചിഹ്നം സംഭവിച്ചു. പിന്നെ റിയാക്ടിവിറ്റി ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഏറ്റവും കൂടുതൽ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷ്യറി. ഓക്കെ, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഏറ്റവും റിയാക്റ്റീവ്. ഇവിടെ ടെറിഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഏറ്റവും റിയാക്റ്റീവ്. അപ്പോൾ ഇതാണ് SN1 SN2 മെക്കാനിസം. അപ്പോൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.